പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും കടക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരായ നടപടി ഉടൻ ഉണ്ടായേക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രി അടിയന്തരമായ സെക്രട്ടേറിയറ്റിൽ എത്തി മടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയെങ്കിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ADGPക്കെതിരായ നടപടി അതെന്തായിരിക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. TG സജിത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, വലിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ്, ഒരു മാസത്തിന് പിന്നാലെയാണ് DGPയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ ആ ഒരു ഉത്തരവ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം രാത്രിയിൽ തിരക്കിട്ട നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. അത് സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം തീരുമാനം ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാകുമോ അതോ നാളെ നിയമസഭയിലെ പ്രഖ്യാപനമോ, ഇതാണ് നമുക്ക് ഇനി കാത്തിരിക്കാനുള്ളത്. കാരണം നാളെ സഭാ സമ്മേളനത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്തുകൊണ്ട് അജിത് കുമാറിനെതിരെ നടപടിയില്ലെന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാവണമെങ്കിൽ സ്വാഭാവികമായും നടപടിയുണ്ട് എന്ന പ്രഖ്യാപനം നടത്തേണ്ടി വരും. ഒരുപക്ഷെ സഭാ സമ്മേളനത്തിലോ അതിന് മുമ്പോ ആയുള്ള പ്രഖ്യാപനവും നീക്കവും നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ പ്രതിപക്ഷത്തിന്റെ നീക്കം ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി തന്നെ ഈ വിഷയം വരികയും സഭയിൽ സംഘർഷഭരിതമായ രംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ തീർച്ചയായും ആ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കണം. മുഖ്യമന്ത്രി ഇന്ന് സന്ധ്യയ്ക്ക് ശേഷമാണ്, രാത്രിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആലോചനകൾക്ക് ശേഷം ഓഫീസിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ തീരുമാനമെടുക്കാനാണ് ഈ നീക്കം നടന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാവിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ ചില കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക കൂടിക്കാഴ്ചയാണെന്ന് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയിരുന്നു. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുന്നു എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. കാരണം ഇന്നലെ വൈകിട്ട് DGP റിപ്പോർട്ട് കൈമാറിയതാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലുണ്ടായിരുന്ന ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഇനി എന്തിന് തീരുമാനം വൈകുന്നു എന്ന ചോദ്യമൊക്കെ അപ്പോൾ ഉയർന്നതാണ്. ഇന്ന് അൻവർ മഞ്ചേരിയിലെ ഈ പൊതുസമ്മേളനം നടത്തുന്നതിന് മുമ്പോ അതിനുശേഷമോ അതോടുകൂടിയോ തീരുമാനം പെട്ടെന്നുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി നിർണായക തീരുമാനമോ കൂടിയാലോചനകൾക്കോ ആയി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സെക്രട്ടേറിയറ്റിൽ എത്തുകയും അത്തരം നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തീരുമാനം നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. കാരണം നാളത്തെ സഭാ സമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ സർക്കാരിന് ഈ തീരുമാനം കൈക്കൊണ്ടേ മതിയാവൂ എന്ന സാഹചര്യമുണ്ട്. കാരണം വിശദീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിലുണ്ട്, മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഘടകകക്ഷികൾക്കുള്ളിൽ പോലും ADGP വിഷയത്തിൽ സർക്കാരിനെ ന്യായീകരിക്കുന്ന നിലപാടുകൾ മന്ത്രിസഭാംഗങ്ങളായ മറ്റ് ഘടകകക്ഷി അംഗങ്ങൾ പോലും സ്വീകരിച്ചേക്കില്ല. അത്തരമൊരു സാഹചര്യമുണ്ട്. മന്ത്രി K രാജൻ അടക്കമുള്ളവർ പരസ്യമായി ഈ ADGPക്കെതിരായ നടപടി ഉണ്ടാവാത്തതിലുള്ള അമർഷം പരസ്യമാക്കിയ സാഹചര്യവുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നടപടിയെടുത്തേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ആ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ അല്പസമയം മുമ്പിലെത്തിയ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല. ഒരുപക്ഷെ രാത്രിയിൽ തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ ഫയലിലെ തീരുമാനം മുഖ്യമന്ത്രി നാളെ നിയമസഭയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും നാളെ സഭാ സമ്മേളനത്തിലെത്തുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേ പറ്റൂ എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ തീരുമാനം വേഗത്തിലുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ തിരക്കിട്ടൊരു നീക്കം എന്ന് തന്നെ വിലയിരുത്തണം. അത്രമാത്രം വളരെ വേഗത്തിൽ ഇന്നത്തെ ദിവസം തന്നെ നിർണായകമാകുന്നു. ADGPക്കെതിരായ ഒരു ഉത്തരവ് ഉടൻ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. വളരെ വേഗം ആ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. സെക്രട്ടേറിയറ്റിൽ അതിനുള്ള നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത്. സജിത്ത്, പ്രധാനമായും അല്പസമയം മുൻപ് മഞ്ചേരിയിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു PV അൻവർ. ആയിരങ്ങൾക്ക് മുൻപിലാണ് വീണ്ടും ADGPക്കെതിരായ ആരോപണം അൻവർ ഉന്നയിച്ചത്. ഇങ്ങ് വരികയാണെങ്കിൽ നാളെ നിയമസഭ ചേരുന്നു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ, സർക്കാർ മുന്നണി മറുപടി പറഞ്ഞേ മതിയാകൂ. ആ സാഹചര്യം ഇല്ലാതാക്കാൻ ഒരു മുഖം രക്ഷിക്കൽ നടപടി, അതല്ല എങ്കിൽ വീഴ്ച സമ്മതിച്ചു എന്ന് വേണമോ കരുതാൻ? ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ ADGPയുടെ വീഴ്ച അംഗീകരിച്ചു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി സർക്കാർ എന്ന് വിലയിരുത്തണമോ നമ്മൾ? ADGPക്ക് വീഴ്ചയുണ്ടായി എന്ന കാര്യം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതാണ്. പക്ഷേ അതിന് ചില നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നു എന്നതാണ് പൊതുവിൽ നടപടി വൈകുന്നതിന് കാരണമായി സർക്കാരും മുഖ്യമന്ത്രിയും വിശദീകരിച്ചത്. കാരണം ADGPയുടെ റിപ്പോർട്ട്
ക്ഷമിക്കണം, DGPയുടെ റിപ്പോർട്ട് ADGP അജിത് കുമാറിനെതിരെയാണെന്ന കാര്യം വാർത്താ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. CPM സംസ്ഥാന സമിതിയും ADGPക്കെതിരെ നിലപാടെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഘടകകക്ഷികളടക്കം എടുക്കുന്ന നിലപാടുകളുമുണ്ട്. അതുകൊണ്ട് ADGPക്കെതിരായ നടപടി ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ അതിന് ആ നടപടിക്രമങ്ങളുടെ ഒരു വൈകൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഏറെ വൈകിപ്പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി 30 ദിവസ അന്വേഷണ സമയമാണ് അനുവദിച്ചത്. ഇന്ന് 32 ദിവസം പിന്നിടുകയാണ്. അങ്ങനെ ഇതിനിടയിലാണ് റിപ്പോർട്ട് വരികയും അതിന്റെ പരിഗണനയും ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ദിവസം വെള്ളിയാഴ്ച അന്ന് തന്നെ നമ്മൾ തീരുമാനം അതിനു മുമ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ തീരുമാനമൊന്നുണ്ടായില്ല. കാരണം അന്ന് നിയമസഭയിൽ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയുക മാത്രമാണ് അന്ന് സഭയിലുണ്ടായ നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം പ്രതീക്ഷിക്കും. തീർച്ചയായും സജിത്ത് ദയവായി തുടരുക. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വളരെ വേഗം ആ നടപടി ഉണ്ടാകും. ADGPയെ തൽസ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന ഒരു ഉത്തരവ് ഇറങ്ങുമെന്ന് നമുക്ക് അത് എത്ര കണ്ട്, അതായത് രാവിലത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ക്ലിഫ് ഹൗസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ച സംബന്ധിച്ച മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. വൈകുന്നേരം DGP ഡൽഹിയിലേക്ക് പോകുന്നതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്നും പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനുള്ള സമയം അനുവദിച്ചില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം ഇവിടേക്ക് എത്തിയത് പ്രധാനപ്പെട്ട എന്തോ കാര്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അത് MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ആ ഉത്തരവിൽ ഒപ്പുവെക്കുന്നതിനാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. ലഭ്യമാകുന്ന സൂചനകൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും എന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയത്. സ്വാഭാവികമായി ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും എന്നൊരു പ്രതീക്ഷ എല്ലാ കോണുകളിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ LDF മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഘടകകക്ഷികളടക്കം വലിയ തരത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ്, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഉണ്ടായ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തുടർ നടപടികൾ. വൈകാതെ തന്നെ ആ റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം അതിൽ നടപടിയെടുക്കാമെന്ന ഉറപ്പായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകിച്ചാൽ മറ്റു ചില കടുത്ത നടപടികളിലേക്ക് ഘടകകക്ഷികൾ കടക്കുന്നതായ സൂചനയുണ്ട്. അതായത് CPIയുടെ ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളെ നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച ആലോചനകൾ CPIയും ആരംഭിച്ചതായ സൂചനയുണ്ട്. അതായത് ഘടകകക്ഷികളും കടുത്ത തീരുമാനത്തിലേക്ക് വരുന്നു എന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് കൂടിയാണോ മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് രാത്രി ഓഫീസിലെത്തിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്? സ്വാഭാവികമായി CPIയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്, അഭിമാന പ്രശ്നമായി ഈ വിഷയം മാറിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ മുന്നണിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. CPIയുടെ മറ്റ് ഭാരവാഹികളടക്കം, പോഷക സംഘടനാ ഭാരവാഹികളടക്കം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അവരെല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കിയത്, ഇങ്ങനെ മുന്നണിയിൽ തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്, അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥം ഇല്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ സ്വയം വിമർശനമൊക്കെ അന്ന് ഈ പോഷക സംഘടനകളുടെ യോഗത്തിൽ ഉയർന്നതാണ്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയമസഭാ സമ്മേളനം നാളെ തുടർന്ന് ചേരാനിരിക്കുന്നതിന് മുന്നോടിയായി നടപടിയെടുക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI കടന്നേക്കും. ആ തീരുമാനങ്ങൾ എന്താണ് എന്ന കാര്യത്തിലേക്ക് വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായി മുൻപും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഈ സർക്കാരുമായി ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രതീതികളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോഴൊക്കെ CPI സ്വീകരിച്ച ഒരു നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അവരുടെ മന്ത്രിമാർ, CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന തരത്തിലുള്ള നടപടികളായിരുന്നു. അങ്ങനെ ഒരു നീക്കങ്ങളിലേക്കായിരിക്കുമോ CPI കടക്കുക, അതോ അതിനപ്പുറത്തേക്ക് കടുത്ത തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിതരാകുമോ? ഈ കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPI ഒട്ടും പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായി ബിനോയ് വിശ്വം തന്നെ ഇതിൽ പ്രതികരണം നടത്തിയേക്കും. അദ്ദേഹം പട്ടത്തെ ഓഫീസിൽ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതാണ് സാഹചര്യം. എന്തായാലും CPIയും ഇന്ന് അവരുടെ പ്രതികരണം തന്നെ രാത്രിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് നീക്കം എന്നത് അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ചെയ്യലിനെ നേരിട്ടുകൊണ്ട് എങ്ങനെ നിലനിൽക്കുമെന്ന വെല്ലുവിളി അവർക്ക് മുന്നിലും ഉണ്ടാകുന്നുണ്ട് എന്ന പശ്ചാത്തലം ഉണ്ട് എന്ന സാഹചര്യമുണ്ട്. ഒരു കാര്യം